ഏവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി KKTM ഗവൺമെന്റ് കോളേജ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സായ അപ്ലൈഡ് ബോട്ടണിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്ലൈഡ് ബോട്ടണി കോഡ് BOT5D02 ഇതാണ് നമ്മുടെ സസ്യശാസ്ത്ര വിഭാഗം നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സ്. മെയിനായിട്ടും ഈ കോഴ്സ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ജീവിതശൈലിയുമായി ഇടകലർന്നുകൊണ്ട് സസ്യശാസ്ത്രത്തിന് എത്രത്തോളം മുൻതൂക്കമുണ്ടെന്നും അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല സുസ്ഥിരമായ ഒരു ഭാവി വിഭാവനം ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അതിൽ മെയിനായിട്ടും പറയുവാണെങ്കിൽ സസ്യശാസ്ത്രം അല്ലെങ്കിൽ ബോട്ടണി പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യ ഉപയോഗത്തിൽ ഉൾപ്പെടുത്താവുന്ന പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കോഴ്സ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടും ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ 4 മോഡ്യൂളുകൾ അടങ്ങുന്നതാണ് ഇതിന്റെ സിലബസ്. മെയിൻലി ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതിനുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലാ വീടുകളിലും ഒരു കൊച്ചു ഉദ്യാനം, ഒരു പൂന്തോട്ടം, അടുക്കളയിലാണെങ്കിൽ അടുക്കള ഭാഗത്ത് പിൻഭാഗത്ത് ഒരു അടുക്കളത്തോട്ടം. ഇത് എല്ലാവരും ഡ്രീം ചെയ്യുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം? ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നമ്മളെല്ലാം കൊറോണ വൈറസ് ഭീതിയിൽ ലോക്ക്ഡൌണിലാണ്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഭക്ഷ്യവസ്തുക്കളെ നമുക്ക് കിട്ടുക അല്ലെങ്കിൽ പലരിലേക്കും എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു ചാലഞ്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലും അല്ലാതെയും നമുക്കറിയാം, വിഷം പമ്പ് ചെയ്ത് കയറ്റി വളർത്തുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെയാണ് നമുക്ക് ഇന്ന് ഭക്ഷിക്കാൻ കിട്ടുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്കുള്ള നമ്മുടെ പിന്നാമ്പുറത്തോ നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണികളിലോ നമുക്ക് നട്ടു വളർത്തി വിഷരഹിതമായ ഓർഗാനിക് രീതിയിൽ ജൈവ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നട്ടു വളർത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും. അത് മാത്രമല്ല, മാനസിക ഉല്ലാസത്തിന് നമുക്ക് എപ്പോഴും ഒരു പൂവ് വിടർന്നു നിൽക്കുന്നത് കണ്ടാൽ പുഞ്ചിരിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒക്കെ എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഒരു പഠന വിഷയം എന്നതിലുപരി ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായി ഉൾപ്പെടുത്താൻ കഴിയുന്ന, മാനസിക ഉല്ലാസത്തിനായാലും അത് ഒരു വാണിജ്യാടിസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാനായാലും ഒരു ഹോബി അല്ലെങ്കിൽ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഗാർഡനിങ് എന്നുള്ള രീതിയിലായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ അപ്ലൈഡ് ബോട്ടണി. അതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ചെടികളുടെ പ്രത്യുൽപാദനം, എങ്ങനെയാണ് നമുക്ക് ചെടികളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. ഒരു വിത്ത് പാകി വിത്തിൽ നിന്ന് സീഡ്ലിങ്സ് ഉണ്ടാക്കി ചെടി ഉൽപ്പാദിപ്പിക്കുന്നത് തുടങ്ങി വെജിറ്റേറ്റീവ് മെത്തേഡ്സ്, അതായത് സീഡ് ഇല്ലാത്ത ചെടികളിൽ നിന്ന് എങ്ങനെ പ്രത്യുൽപാദനം നടത്താം. ഒരു തണ്ട് കട്ടിങ് വെച്ചിട്ടോ ഒരു ലീഫിന്റെ കട്ടിങ് വെച്ചിട്ടോ ഒരു റൂട്ടിന്റെ കട്ടിങ് വെച്ചിട്ടോ നമുക്ക് ചെടിയെ വളർത്തിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വേറെ ചില രീതികളുണ്ട്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും, ബഡ്ഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ് എന്നതൊക്കെ ചില രീതികളാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരേ മരത്തിൽ തന്നെ 30 വെറൈറ്റി അല്ലെങ്കിൽ 40 വെറൈറ്റി മാമ്പഴം വളരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്. ശരിയാണ്, ഇതൊക്കെ പോസിബിൾ ആണ്. അതില് മെയിനായിട്ട് ഗ്രാഫ്റ്റിംഗ് എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. ഇത് കൂടാതെ തന്നെ നൂതനമായ സാങ്കേതിക വിദ്യ ടിഷ്യൂ കൾച്ചർ പോലുള്ള നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് ചെടികളെ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ഈ മോഡ്യൂൾ 1 പ്രതിപാദിക്കുന്നുണ്ട്. മോഡ്യൂൾ 2 ചെല്ലുമ്പോൾ ചെടികളെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. മണ്ണ്, വളം, വെള്ളം, ഇതെല്ലാം ചെടികൾ വളരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ, അത് ഏതൊക്കെ തരത്തിലുള്ള മണ്ണ് ഏതൊക്കെ ചെടികളെ വളർത്താനായിട്ട് ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പ്രതിപാദിപ്പിക്കുന്നതാണ് മോഡ്യൂൾ നമ്പർ 2 അതിനുള്ളിൽ തന്നെയാണ് നമുക്ക് ഇപ്പോ പറമ്പുള്ളവർക്ക് പറമ്പിൽ കൃഷി ചെയ്യാം, പറമ്പില്ലാത്തവർ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ചെടിച്ചട്ടികളിലാണ് ഇതിനെ വളർത്തുന്നത്. അപ്പൊ ഏതൊക്കെ തരം ചെടിച്ചട്ടികൾ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം, ഒരു ചെടിച്ചട്ടിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഇതെല്ലാമാണ് ഈ മൊഡ്യൂളിന്റെ ഭാഗത്ത് പറയുന്നത്. കൂടാതെ വളം
പ്ലാന്റിന് ന്യൂട്രീഷൻ വേണം. നമുക്ക് വളരാൻ ഭക്ഷണവും അതിനകത്ത് ന്യൂട്രീഷനും ആവശ്യമുള്ളതുപോലെ തന്നെ ചെടികൾക്ക് വളരാനും പല ഡിഫറെന്റ് ധാതുക്കൾ ആവശ്യമാണ്. അത് ഏതൊക്കെയാണ്, അത് എവിടെയൊക്കെ അടങ്ങിയിരിക്കുന്നു, അത് ഏതെല്ലാം രൂപത്തിൽ നമുക്ക് കിട്ടും, അത് നമുക്ക് എങ്ങനെയൊക്കെ ഉപകാരത്തിൽ കൊണ്ടുവരാം, എവിടെയൊക്കെ എത്രയൊക്കെ അളവിൽ ഇടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ചെടിക്ക് ഏതൊക്കെ വളം ആണ് ചെയ്യുന്നത് നല്ലത്, ഇതൊക്കെ നമുക്ക് അറിയണം. അതുപോലെ കെമിക്കൽസ് ആണോ നല്ലത്, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളാണോ നല്ലത്, അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഒരു ഡിസ്കഷൻ ഇതിനുള്ളിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ജലസേചന മാർഗങ്ങളെ പറ്റിയിട്ടാണ് പിന്നെ ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത്. പലതരത്തില് നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് പിന്നെ സമ്മർ സീസൺ ആണ്. അപ്പോൾ വെള്ളത്തിന് ക്ഷാമമുള്ള പല സ്ഥലങ്ങളുണ്ടാവും. പല ഡിഫറെന്റ് ആയിട്ടുള്ള വാട്ടർ നീഡ്സ് ഉള്ള ചെടികളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ മെത്തേഡ്സിനെ കുറിച്ച് നമുക്ക് ഒരു അറിവുണ്ടാവും. പിന്നെ ചെടികളെ നമുക്ക് കീടങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നുമെല്ലാം സംരക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാറി വരുന്ന സീസണിനനുസരിച്ച് പല രോഗങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പല കീടങ്ങളുടെ ആക്രമണം നമുക്ക് വരുന്നുണ്ട് ഞങ്ങളുടെ ചെടികളുടെ മേലെ. ഇതിനെയെല്ലാം നമുക്ക് എങ്ങനെ നന്നായി കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡുകൾ അവലംബിച്ചു കഴിഞ്ഞാൽ അധികം വിഷം ഇല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ചെടികളെ എങ്ങനെ സംരക്ഷിക്കാം, ഇതിനെ പറ്റിയിട്ട് നമ്മൾ പ്ലാന്റ് പ്രൊട്ടക്ഷന്റെ കീഴിൽ നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ ഉള്ളത് മോഡ്യൂൾ നമ്പർ 3. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, ബോട്ടണി ഇൻ എവറിഡേ ലൈഫ്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എങ്ങനെ സസ്യശാസ്ത്രത്തെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്നത് ഭക്ഷണ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ അടുക്കളത്തോട്ടങ്ങളൊക്കെ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇനി തുടങ്ങുക. അപ്പൊ അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് വെജിറ്റബിൾ ഗാർഡനിങ് എന്നുള്ള ഈ ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലതരത്തില് പറമ്പുണ്ടെങ്കിലും പറമ്പില്ലെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് വെജിറ്റബിൾ ഗാർഡനിങ്. അപ്പൊ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ വളം, നമുക്ക് എപ്പോഴും ജൈവവളങ്ങളിലേക്ക് പോകുന്നതാണ് എപ്പോഴും എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം. ഇപ്പൊ വെർമി കമ്പോസ്റ്റിംഗ് എങ്ങനെ ഉണ്ടാക്കാം, ബയോ ഫെർട്ടിലൈസേഴ്സ്, അസോള നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് നമുക്ക് ഈ ബോട്ടണി വളരെയധികം ഉപകാരത്തിൽപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. വെർമി കമ്പോസ്റ്റിംഗ് ഇപ്പൊ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യാടിസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ വളരെയധികം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മേഖലയാണ് മഷ്റൂം കൾട്ടിവേഷൻ. അപ്പോൾ അതിന്റെ സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് മഷ്റൂം കൃഷി നടത്താൻ കഴിയുന്നത്, ഏതൊക്കെ തരം മഷ്റൂംസ് ആണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത്, അതിന്റെ ഉപയോഗം എങ്ങനെയാണ്, ഇതിന്റെ വാല്യൂ അഡിഷൻ, മഷ്റൂം ഉണ്ടാക്കിയാൽ പോരാ അതിൽ നിന്നുള്ള വാല്യൂ അഡിഷൻ പ്രോഡക്ട്സ് എങ്ങനെ ഉണ്ടാക്കാം, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ളതാണ് മഷ്റൂം കൾട്ടിവേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഉള്ളത് പുഷ്പാലങ്കാര ചെടികളെ പറ്റിയിട്ടാണ്. അതിൽ നമുക്കറിയാം എപ്പോഴും സന്തോഷം തരുന്ന ഒന്നാണ്. അഗെയിൻ നമുക്ക് ഒരു എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള നല്ലൊരു മേഖലയാണ്. ഇതിനകത്ത് നിങ്ങളുടെ ഈ പാഠ്യഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓർക്കിഡ് കൾട്ടിവേഷനും അതുപോലെ തന്നെ ആന്തൂര്യം കൾട്ടിവേഷനാണ്. രണ്ടും നല്ല വാണിജ്യമായിട്ട് അടിസ്ഥാനത്തിൽ ഏറ്റവും വില കൂടിയിട്ടുള്ളതും ഏറ്റവും ഡിമാൻഡ് ഉള്ളതുമായ 2 പുഷ്പ ചെടികളാണ്. അതിന്റെ പല ഘട്ടങ്ങൾ, പലതരത്തിലുള്ള ഓർക്കിഡുകൾ, അതിന്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ആന്തൂര്യത്തിന്റെ കേസിലും നമ്മൾ അത് തന്നെയാണ്. പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ്, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ഇതിനെ പറ്റിയിട്ടും നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇതിന് കുറച്ചധികം ക്ഷമയൊക്കെ വേണം. ധാരാളം സമയം നമുക്ക് ചെലവഴിക്കാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എസ്തെറ്റിക് സെൻസ്, കലാബോധം ഒക്കെ ഉള്ളതിന് നമുക്കൊരു ഹോബി ആയിട്ടൊക്കെ പലപ്പോഴും നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബോൺസായി, കുള്ളൻ മരങ്ങൾ. ഈ കുള്ളൻ മരങ്ങളെ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക, അതിന് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലാണ് നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ കഴിയുക, അതിന്റെ കെയർ എങ്ങനെ ചെയ്യാം, അതിന്റെ വാട്ടറിങ് എങ്ങനെ വേണം, മെയിൻ്റനൻസ് എങ്ങനെയാണ് വേണ്ടത്, ഇതിനെ പറ്റി പറയുന്നതാണ് ക്രിയേറ്റിംഗ് ബോൺസായി എന്നുള്ള ടോപ്പിക്. ഇനിയുള്ളത് മോഡ്യൂൾ 4 ആണ്, എക്കണോമിക് ബോട്ടണി.
സസ്യങ്ങൾ ഇല്ലാണ്ട് നമുക്കൊരു ജീവിതത്തെ പറ്റി ചിന്തിക്കുക തന്നെ സാധ്യമല്ല. സസ്യങ്ങൾ പല മേഖലകളിൽ പല തലങ്ങളിൽ നമുക്ക് ഉപകാരത്തിൽ വരുന്നതാണ്. അപ്പൊ അതില് ഭക്ഷ്യധാന്യങ്ങൾ എന്നതിലുപരി നമ്മളുടെ ബെവറേജസ് ആയിട്ട്, പിന്നെ നമ്മളുടെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള ഫൈബേഴ്സ് ആയിട്ട്, മെഡിസിൻസ് ആയിട്ട്, ഫ്രൂട്ട്സ് ആയിട്ട്, ഓർണമെന്റ്സ് ആയിട്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ധാരാളം ചെടികള് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ചുരുക്കം ചില ചെടികള് അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, അതിന്റെ ഏത് ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിനെയൊക്കെ പറ്റി പറയുന്നതാണ് എക്കണോമിക് ബോട്ടണി എന്നുള്ള ഈ മോഡ്യൂള്. എല്ലാവർക്കും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആയിട്ട് പ്ലാന്റ്സിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഫോർ വേരിയസ് പർപ്പസസ്. നട്ഷൽ പറയുവാണെങ്കിൽ ഇതാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സ് അപ്ലൈഡ് ബോട്ടണി കൂടി ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചെടികളോട് താല്പര്യമുള്ള, ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന, പൂക്കളെ ഇഷ്ടപ്പെടുന്ന ഏവർക്കും ഈ കോഴ്സിലേക്ക് സ്വാഗതം. താങ്ക് യു.